ഇന്ന് ഞാൻ ഒരു നാടൻ വിഭവമാണ് ചെയ്യുന്നത്. നമ്മുടെ ചേമ്പ് വെച്ചിട്ടൊരു തോരനാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ചേമ്പാണ്. ഇത് ഏകദേശം ഒരു 1/2 കിലോനോളം ഉണ്ട്. ഇനി ഇത് തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ കണ്ടോ, ഞാനിതുപോലെ ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിക്കാനായിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് പാകത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ 1 കപ്പോളം വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവായി വരുമ്പോഴേക്കും ഇതിലേക്ക് ചേർക്കേണ്ട തേങ്ങയുടെ കൂട്ടൊന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ് ശരിക്കും വേണ്ടത്. എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. ഒരു 3-4 ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതി. പിന്നെ ഒരല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, വലിയൊരല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്, അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളകും, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. പക്ഷേ ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ ഇതിനൊരു വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇനി ഇത് മാറ്റി വെക്കാം. നമ്മുടെ ചേമ്പ് ഇവിടെ വേവായി വന്നിട്ടുണ്ട്, വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ആ ഒരു തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം ഒരു 2-3 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതിൽ വെള്ളം വറ്റിയത് കാരണം തീ കൂടി പോകരുത്, പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. എനിക്കിഷ്ടം ഇതുപോലെ ചേമ്പ് ഇങ്ങനെ വേറെ വേറെ കിടക്കണതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ടൈം വരെ വേവിച്ചെടുത്തത്. അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ കൂടുതൽ വേവായിട്ട് നന്നായിട്ട് കുഴഞ്ഞു പോണ ആ ഒരു പരുവത്തിലുള്ള ചേമ്പായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഇത്തിരി നേരം കൂടി വേവിച്ച് ആ ഒരു കുഴഞ്ഞ പരുവത്തിലാകുമ്പോൾ നമ്മുടെ ഈ തേങ്ങയുടെ കൂട്ട് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഈ തേങ്ങയുടെ കൂട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്താലും മതി. അങ്ങനെ ആകുമ്പോഴും ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നന്നായിട്ട് ഉടച്ചെടുക്കുന്നതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇളക്കി കൊടുത്തിട്ട് ഏകദേശം 2-3 മിനിറ്റോളം ആയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു തേങ്ങയുടെ ഒക്കെ ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കടുകും പച്ചമുളകൊക്കെ ഒന്ന് വറുത്തിടാം, അല്ലെങ്കിൽ നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു ഫ്ലേവറും ഉണ്ടാകും. അപ്പോൾ എനിക്കിഷ്ടം അങ്ങനെയാണ്, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വറുത്തിടുന്നതാണ് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ കടുകും കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും കൂടെ കൂട്ടി വറുത്ത് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ചേമ്പിൻ്റെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചേമ്പ് കൊണ്ട് മാത്രമല്ല കേട്ടോ, നമ്മുടെ ചേന വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി വീണ്ടും പുതിയ പുതിയ റെസിപ്പീസുമായി കാണുന്നത് വരെ താങ്ക് യു.